പിടിക്കാൻ വള്ളിക്ക് പോയപ്പോ ആമേനെ പിടിക്കാൻ വള്ളിക്ക് പോയപ്പോ വള്ളി കുടുങ്ങി കുളത്തിലിടും, വള്ളി കുടുങ്ങി കുളത്തിലിടും, വള്ളി കുടുങ്ങി കുളത്തിലിടും, 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 ഡും ഡും ഡും. കണ്ണാ 90 ബാല നീ ഇപ്പഴെങ്ങോട്ടാ? പായസം കുടിക്കാൻ പ്ലാവിലേക്ക് പോയപ്പോ പ്ലാവിലെ മലൊരൊച്ച. പ്രിയപ്പെട്ട മക്കളെ, നമുക്കില്ലേ ഈ ജന്മത്തിൽ 90 വയസ്സുവരെ ജീവിക്കുമ്പോ 15 കൊല്ലമേ നിങ്ങൾക്ക് മനുഷ്യനാവാൻ അവസരമുള്ളൂ. അറിയോ? നിങ്ങളെല്ലാം തീപ്പെട്ടിക്കൊള്ളിയാണ്. എന്തുകൊണ്ടാ തീപ്പെട്ടിക്കൊള്ളി എന്ന് പറയുന്നത്? എല്ലാ തീപ്പെട്ടിക്കൊള്ളിയുടെയും തലയിൽ അഗ്നിയുണ്ട്, തീയുണ്ട്. പക്ഷെ അത് തനിയെ കത്താറില്ല. അത് കത്തണമെങ്കിൽ തീപ്പെട്ടിക്കൂടിന് ഒരസണം. സദസ്സിലിരിക്കുന്ന കലാകാരന്മാരും കലാകാരികളും ആസ്വാദകരും ജഡ്ജസും ഒക്കെ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ സ്കൂൾ ഉത്സവങ്ങളുടെ ഉദ്ഘാടന പരിപാടിയിലാണ് നമ്മളെല്ലാം ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേരാൻ വൈകിപ്പോയതിൽ ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ഇന്നലെ കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ കയറിയതാണ്. 3 മണിക്കൂർ ലേറ്റാണ്. രാവിലെ 6:30 എത്തേണ്ട ട്രെയിൻ എത്തിയത് 9:45. വീട്ടിൽ പോകാതെ കണ്ണൂരിൽ നിന്ന് തന്നെ കുളിച്ച് വസ്ത്രവും മാറി നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വൈകിയത് എന്ന് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാം ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിലാണുള്ളത്. ഒരു പ്രസംഗം കേൾക്കേണ്ട ഒരു മൂഡിലല്ല നിങ്ങൾ ഉള്ളതെന്നറിയാം. പക്ഷെ എല്ലാ ഉത്സവത്തിന്റെയും അതിന്റെ അന്തസ്സത്തെ എന്തെന്ന് തിരിച്ചറിയാതായി പോയാൽ ഉത്സവങ്ങളെല്ലാം കേവലം ഉപരിപ്ലവമായി മാറി പോകുമെന്ന് മുഴുവൻ കുട്ടികളും മനസ്സിലാക്കുക. ഉത്സവം എന്ന് പറയുന്നത് നമ്മൾ സർവതന്ത്ര സ്വതന്ത്രമായി ഇങ്ങനെ പാറിപ്പറക്കുക മാത്രമാണ് ഉത്സവം എന്ന് ധരിച്ചു പോകരുത്. നിശ്ചിതമായിരിക്കുന്ന ഒരു പന്ഥാവിലൂടെ നമ്മുടെ ഹൃദയത്തിനെയും മനസ്സിനെയും ശരീരത്തെയും കൃത്യമായി താളാത്മകമായി ചിട്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു മഹാപ്രക്രിയയാണ് ഇത്തരം മേളകളിലൂടെ ചെയ്യുന്നത്. നമ്മളെല്ലാം സ്വതന്ത്രരായി ജനിച്ചവരാണ്. പിന്നീട് നമ്മുടെ കയ്യിൽ വിവിധ തരത്തിലുള്ള സാംസ്കാരിക നിയമങ്ങളുടെ, സാമൂഹ്യ നിയമങ്ങളുടെ ചങ്ങലകൾ കുടുങ്ങിപ്പോകുന്നു. ഈ ചങ്ങലകളെയെല്ലാം പൊട്ടിച്ചിട്ട് പൂമ്പാറ്റകളെ പോലെ പറക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. പൂമ്പാറ്റകളെ പോലെ പറക്കണം, തുമ്പികളെ പോലെ തുള്ളണം, പാട്ടുപാടണം, നൃത്തം ചെയ്യണമെന്നെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹങ്ങൾ, നമ്മുടെ സാമൂഹ്യ നിയമങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ മതനിയമങ്ങൾ, അതിന്റെ ചട്ടക്കൂടുകൾക്ക് അകത്തു നിന്നുകൊണ്ട് നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾക്ക് തോന്നും പോലെ പായാനും ഓടാനും ചെയ്യാനും കഴിയില്ല. എന്നാലും ഈ നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം മോചിതരായി നമ്മുടെ ഹൃദയവും മനസ്സും പാറിപ്പറക്കുവാനുള്ള അവസരങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കാതിരുന്നാൽ, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സർഗാത്മകത പുറത്തേക്ക് ഒഴുകാനുള്ള അവസരങ്ങൾ ഇല്ലാതിരുന്നാൽ, പുതിയ പല്ല് പുറത്തേക്ക് വരാൻ അവസരമൊരുക്കാൻ പഴയ പല്ല് പൊരിച്ചു മാറ്റിക്കൊടുക്കണമെന്നുണ്ടല്ലോ. ആ പഴയ പല്ല് പൊരിച്ചു മാറ്റിക്കൊടുത്തില്ലെങ്കിൽ പുതിയ പല്ല് കൊന്ത്രം പല്ലാകും. അതുപോലെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലുള്ള സർഗാത്മകത അത് പുറത്തേക്ക് ഒഴുകാനുള്ള അവസരങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോൾ അവന്റെ സ്വഭാവം, അവന്റെ ജീവിതം മൃഗതുല്യമായി തീരും. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്? ഭക്ഷണം കഴിക്കാൻ മാത്രമാണെങ്കിൽ നമുക്ക് പോത്തോ എരുമയോ ആടോ പശുവോ പന്നിയോ പട്ടിയോ ആയിട്ട് ജനിച്ചാൽ പോരെ? ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ഭക്ഷണം കഴിച്ചാൽ വിസർജിക്കണം. വിസർജിക്കാനാണോ? വിസർജിക്കാനാണെങ്കിൽ എല്ലാ മൃഗങ്ങളും വിസർജിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് പുതിയ സന്താനങ്ങളെ സൃഷ്ടിക്കാനാണെങ്കിൽ എല്ലാ പക്ഷിമൃഗാദികളും സന്താനങ്ങളെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ഉറങ്ങാനാണെങ്കിൽ എല്ലാ പക്ഷിമൃഗാദികളും ഉറങ്ങുന്നുണ്ടല്ലോ. ഈ പ്രക്രിയ മാത്രം ചെയ്താൽ നമ്മൾ മനുഷ്യരാവുന്നില്ല.
നമ്മൾ മനുഷ്യരാവുന്നത് എപ്പോഴാണ്? മനുഷ്യരാവുന്നത് ശരീരം മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴല്ല, മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. നമ്മുടെ സർഗാത്മകതയും നമ്മുടെ സാംസ്കാരിക ബോധവുമാണ് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. മനസ്സ് ഗുരുവും ശരീരം ലഘുവാകുമ്പോൾ നമ്മൾ മനുഷ്യരാകും. ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ ഞാൻ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്ന് അവരുടെ മനസ്സ് പറഞ്ഞപ്പോ അവരുടെ ശരീരം ഇങ്ങോട്ട് തിരിഞ്ഞു വന്നു. എന്നാൽ കുറച്ചു കുട്ടികൾ അവരുടെ ശരീരം പറയുന്നു എന്നെ പിൻഭാഗം കാണിച്ചിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് അവരെന്നെ പിൻഭാഗം കാണിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് വർത്തമാനം പറയുന്നു. അവരുടെ ശരീരം മനസ്സിനെ നിയന്ത്രിക്കുന്നു. മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ മനുഷ്യരായി, ശരീരം മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ മൃഗതുല്യരാകും. അതുകൊണ്ട് മനസ്സു പറയുന്നിടത്തേക്ക് നിൽക്കാനുള്ള കൽപ്പ് നമുക്ക് വേണം. ഹൃദയത്തിന്റെ സർഗാത്മകത വിടർത്താനുള്ള കൽപ്പ് നമ്മൾക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും പൂക്കൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ട് കണ്ണെത്താ ദൂരത്ത് കയ്യെത്തേണം, കയ്യെത്തും ദൂരത്ത് ചെന്നെത്തേണം. അത്തമ്പത്താടും മുറ്റത്തെ മുല്ലക്ക് ആ മുല്ലയെ കുറിച്ച് പാട്ടുപാടാൻ ആരും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും മഴവില്ലുണ്ടായിരുന്നു. ആ മഴവില്ലിനെ നോക്കിയിട്ട് 7 നിറങ്ങളുണ്ടെന്ന്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ്, വിപ്ജിയോർ എന്ന് അതിന്റെ നിറങ്ങളെ എണ്ണുകയും സപ്ത നിറങ്ങൾ എന്ന് പറയുകയും 7 നിറങ്ങളെ പറ്റി പറയുകയും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാൻ ആ മഴവില്ലിനെ നോക്കിയിട്ട് മാരിവില്ലു പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ, പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളിക്കണ്ണേ എന്ന് പാടാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയെ മൃഗീയ അവസ്ഥയിൽ നിന്ന് സർഗാത്മകതയിലൂടെ മാനവിക ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സർഗാത്മകത നഷ്ടപ്പെട്ടു പോകുന്നതാണ് നിങ്ങളടക്കമുള്ള പുതിയ തലമുറ നേരിടുന്ന പ്രശ്നം. ഒരു പൂവിനെ കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു പാട്ട് കേട്ടാൽ ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാനിപ്പോ പാട്ട് പാടിയാൽ നിങ്ങൾ താളത്തിനനുസരിച്ച് കൈയടിക്കുമായിരിക്കും. പക്ഷേ പാട്ടിന്റെ അർത്ഥത്തെ പറ്റി ചിന്തിക്കാറുണ്ടോ? സാഹിത്യം എന്ന വാക്കിനർത്ഥം ശബ്ദവും അർത്ഥവും സഹിതമാകുമ്പോഴാണ് സാഹിത്യം ഉണ്ടാവുന്നത്. പക്ഷേ പുതിയ തലമുറക്ക് ശബ്ദം മതി, അർത്ഥം വേണ്ട. പാട്ടുമതി, സംഗീതം മതി, ആ പാട്ടിന്റെ അർത്ഥത്തിലേക്ക് പോകുന്നില്ല. സംഗീതം ഉപരിപ്ലവമാണ്, അതിന്റെ അർത്ഥം ആഴത്തിലുള്ളതാണ്. അപ്പൊ ഒരു പാട്ട് പ്ലസ് ആവുന്നത് അതിന്റെ സംഗീതവും അതിന്റെ അർത്ഥവും ചേരുമ്പോഴാണ് പാട്ട് പ്ലസ് ആവുന്നത്. നിങ്ങൾക്ക് പാട്ടറിയാം, കലയറിയാം, ഒക്കെ അറിയാം, പക്ഷേ അതിന്റെ സർഗാത്മകമായിരിക്കുന്ന ആഴത്തിലേക്ക് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ കല ഉപരിപ്ലവമായി തീരും. കല പരഹിതമാവണം. കല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണ്ടേ? കല പരഹിതമാവണം. അത് കലാപരഹിതവുമാവണം. കലാപരമായ ഇഷ്ടമുണ്ടാവണം. അല്ലാതെ കേവലം പാവകളായിട്ട് ChatGPT-യുടെ പാട്ടുകൾ നമുക്ക് വേണ്ട. കമ്പ്യൂട്ടറിന്റെ പാട്ടുകളല്ല നമുക്ക് വേണ്ടത്. സർഗാത്മകതയുടെ ഒഴുക്കായിട്ടാണ് നമുക്ക് പാട്ടുകൾ വേണ്ടത്. ഇപ്പൊ ChatGPT-യോട് പറഞ്ഞാൽ ഒരു പാട്ടുണ്ടാക്കി തരാൻ പറഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, അവർ പാട്ടുണ്ടാക്കി തരും. പക്ഷെ ആ പാട്ടിന് ആഴമുണ്ടാവില്ല, അതിന് ഹൃദയബന്ധം ഉണ്ടാവില്ല. അത് കേവലം ഉപകരണങ്ങൾ കൊണ്ടുള്ള ഒരു ഒച്ചപ്പാട് മാത്രമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ആ പുതു നവങ്ങളായിരിക്കുന്ന പ്രതിഭ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? നവോന്മേഷശാലിനി പ്രജ്ഞാ പ്രതിഭ. നവമായ ഉന്മേഷമുണ്ടാക്കുന്ന പ്രജ്ഞയാണ് പ്രതിഭ. ഒരു കുട്ടി അണ്ണാരക്കണ്ണനെ കണ്ടു. അണ്ണാരക്കണ്ണന്റെ വാലിന്റെ രോമം എണ്ണിയപ്പോ 90 വരെ എണ്ണാൻ അറിയൂ കുട്ടിക്ക്. രോമം ബാക്കി, എണ്ണം തീർന്നു, രോമം ബാക്കി. അപ്പൊ ആ കുട്ടി അണ്ണാരക്കണ്ണന് പേരിട്ടു 90 വാലൻ. 90 വാലൻ. അണ്ണാരക്കണ്ണനോട് കുട്ടി ചോദിക്കുക, അണ്ണാരക്കണ്ണ 90 വാല നീ ഇപ്പോഴെങ്ങോട്ടാ?
നിങ്ങൾക്ക് ഏറ്റുപാടാൻ പറ്റുമോ? നിങ്ങൾ പാടുവോ? എന്നാ പാടുക. അണ്ണാര കണ്ണ 90 ബാല നീ ഇപ്പോഴെങ്ങോട്ടാ. ഈ ഒച്ചത്ത് പാടാത്തത് ടോയ്ലറ്റ് പോവാൻ മുട്ടുന്ന കുട്ടികളാണ്. ഒച്ചത്ത് പാടാത്തത് കേട്ടോ. ടോയ്ലറ്റ് പോവാൻ മുട്ടുന്ന കുട്ടികളെ പാടാൻ നിർബന്ധിക്കണ്ട. ആരെല്ലാം നമുക്ക് നോക്കാം. ഒന്നും കൂടി പാടാം. അണ്ണാര കണ്ണ 90 ബാല നീ ഇപ്പോഴെങ്ങോട്ടാ. അപ്പൊ അണ്ണാരക്കണ്ണൻ മറുപടി പറഞ്ഞു, ഞാൻ തമ്പുരാന്റെ നെല്ല് കൊയ്യാൻ പോണോ. അപ്പൊ ഉടനെ ചോദിക്കുക, തമ്പുരാൻ കണ്ടാ തല്ലൂല്ലേ നിന്നെ, തമ്പുരാൻ കണ്ടാ തല്ലൂല്ലേ. അപ്പൊ ഞാൻ കൈതക്കാട്ടത്തുള്ളൂ. കൈത നിനക്കെന്ത് തരും, കൈത നിനക്കെന്ത് തരും. കൈത ഒരു കെട്ട് പൂവ് തരും. കൈതപ്പൂവ്. പൂവ് നീ എന്നാർക്ക് കൊടുക്കും, പൂവ് നീ എന്നാർക്ക് കൊടുക്കും. എന്താ മുട്ടല് കൂടുന്നുണ്ടാ? മുട്ടല് കൂടുന്നുണ്ടാ? പൂവ് നീ എന്നാർക്ക് കൊടുക്കും, പൂവ് നീ എന്നാർക്ക് കൊടുക്കും. പൂവ് ഞാൻ പൂവാലി പശുവിന് കൊടുക്കും. പൂവാലി പശു എന്ത് തരും, പൂവാലി പശു എന്ത് തരും. പൂവാലി പശു ഒരു കുന്തി ചാണകം തരും. ചാണകം നീ ആർക്ക് കൊടുക്കും, ചാണകം നീ ആർക്ക് കൊടുക്കും. ചാണകം ഞാൻ വെറ്റിലച്ചെടിക്ക് കൊടുക്കും. വെറ്റിലച്ചെടി എന്ത് തരും, വെറ്റിലച്ചെടി എന്ത് തരും. വെറ്റിലച്ചെടി ഒരു കെട്ട് വെറ്റില തരും. വെറ്റില നീ ഇന്നാർക്ക് കൊടുക്കും, വെറ്റില നീ ഇന്നാർക്ക് കൊടുക്കും. വെറ്റില ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കും. മുത്തശ്ശി നിനക്കെന്ത് തരും, മുത്തശ്ശി നിനക്കെന്ത് തരും. മുത്തശ്ശി കല്ലും മുള്ളും പെറുക്കി പായസം വെച്ച്. ഇവിടെയാണ് കവിത ഉത്ഭവിക്കുന്നത്. കല്ലും മുള്ളും പെറുക്കി പായസം വെക്കുവോ? കല്ലും മുള്ളും പെറുക്കി പായസം വെക്കുവോ? അവിടെയാണ് അർത്ഥത്തിന്റെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പണ്ടത്തെ അരി നല്ല അരിയല്ല, കല്ലും മുള്ളും ഒക്കെ ഉണ്ടാവും. അത് പെറുക്കിയിട്ടാ പായസം വെക്കുക. അപ്പൊ കല്ലും മുള്ളും പെറുക്കി പായസം വെക്കുന്ന മനസ്സിലായോ? പായസം കുടിക്കാൻ പ്ലാവിലയാ, സ്പൂണൊന്നുമില്ല. അപ്പൊ പായസം കുടിക്കാൻ പ്ലാവിലേക്ക് പോയപ്പോ പ്ലാവിലെ മലരൊച്ച്. പായസം കുടിക്കാൻ പ്ലാവിലേക്ക് പോയപ്പോ പ്ലാവിലെ മലരൊച്ച്. അത് പാടാൻ പറ്റുന്നില്ല. പ്രശ്നം ഇതാ, പാട്ട് പാടുമ്പോ കുറച്ച് ക്ലിഷ്ടമായ വരികൾ കേൾക്കുമ്പോ പാടുന്നില്ല. ഒച്ചിനെത്തോണ്ടാ കൊള്ളിക്ക് പോയപ്പോ കൊള്ളിമലുണ്ട് ചോര. ചോര കഴുകാൻ കുളത്ത് പോയപ്പോ കുളത്തിലുണ്ടോ രാമ. അവനെ പിടിക്കാൻ പള്ളിക്ക് പോയപ്പോ, അവനെ പിടിക്കാൻ പള്ളിക്ക് പോയപ്പോ വള്ളി കുടുങ്ങി കുളത്തിലിടും, വള്ളി കുടുങ്ങി കുളത്തിലിടും, വള്ളി കുടുങ്ങി കുളത്തിലിടും, 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 ഡും ഡും ഡും. ഇതൊരു കുട്ടി ഒരണ്ണാരക്കണ്ണനെ കണ്ടപ്പോ ആ കുട്ടിയുടെ മനസ്സിൽ വന്ന വിവിധ പ്രതിഭകളുടെ വളർച്ചയാണ്. ആ വളർച്ചയ്ക്ക് പരസ്പര ബന്ധം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഈ വളർച്ചയാണ് കുട്ടിയുടെ സർഗാത്മകതയുടെ, പുക പോലെ പടരുന്ന സർഗാത്മകതയുടെ വിവിധ ഭാവങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം എഴുതി വെക്കുക, തോന്നുന്നതെല്ലാം പാടുക. ആ തോന്നുന്ന അക്ഷരങ്ങളാണ് തോന്നിയാക്ഷരങ്ങൾ. ആ തോന്നിയാക്ഷരങ്ങൾ കവിതകളായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും ഒരു ഡയറി വാങ്ങി വെക്കണം. ഒരു ഡയറി നിങ്ങളുടെ അപ്പൂപ്പനോടോ അച്ഛനോടോ അമ്മാവനോടോ ചോദിച്ചാൽ ഒരു ഡയറി കൊണ്ടുതരും. ആ ഡയറിയിൽ ആരെയും കാണിക്കാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സ്വപ്നങ്ങളെ, നിങ്ങളുടെ ഭാവനകളെ എഴുതി വെക്കുക. അപ്പോൾ അത് കലാപരഹിതമായി മാറുന്ന കാണാം. അങ്ങനെ എഴുതി വെക്കുന്ന കുട്ടി കലാപരഹിതമായിട്ട് ജീവിക്കുന്നത് കാണാം.
കലാപരഹിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത് സർഗാത്മകതയുടെ കുറവ് കൊണ്ടാണ്. പാട്ടുപാടുന്ന ഒരു കുട്ടി, ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടി, കവിത എഴുതുന്ന ഒരു കുട്ടി, ആ കുട്ടി കലാപത്തിന് പോകില്ല. അതുകൊണ്ട് ഈ മേള എന്ന് പറയുന്നത്, സ്കൂൾ ഉത്സവം എന്ന് പറയുന്നത് കേവലം കുറച്ചാക്ക് സമ്മാനം വാങ്ങാനും കുറച്ച് പാട്ട് കേൾക്കാനും മാത്രമുള്ള ഒരു പരിമിതമായ ലക്ഷ്യത്തിലുള്ള സംഭവമല്ല. ഈ മേള എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മൃഗീയതയിൽ നിന്ന് മാനവികതയിലേക്കുള്ള പ്രയാണത്തിന്റെ ഓരോ ചവിട്ടുപടിയുമാണ് ഓരോ മേളകൾ. മൃഗീയതയിൽ നിന്ന് മാനവികതയിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ബിരിയാണി തിന്നാറില്ലേ? ബിരിയാണി പാർസൽ വാങ്ങാറില്ലേ? ബിരിയാണി ഹോട്ടലിൽ പോയി തിന്നാറില്ലേ? നിങ്ങൾക്ക് സർഗാത്മകത, നിങ്ങൾക്ക് സാംസ്കാരിക ബോധം എത്രയുണ്ടെന്ന് ഞാനിപ്പോ തെളിവ് തരാം. കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു പുസ്തകമുണ്ട്, കഥയുണ്ട്. ആ കഥ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്നാണ്. ആ ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ച എത്ര കുട്ടികൾ ഇവിടെയുണ്ട്? ഒന്ന് കൈപൊക്കുക. ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ച കുട്ടികൾ ഒന്ന് കൈപൊക്കുക. ഒരു കുട്ടി കൈപൊക്കി. ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ച ഒരു കുട്ടിയാണ് ഈ സ്കൂളിലുള്ളത്. ഈ സ്കൂളിലെ കുട്ടികൾക്ക് മൃഗഭാവനയിൽ നിന്ന് മാനവിക ബോധത്തിലേക്കുള്ള വളർച്ചയുടെ പന്താവിൽ നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. കേരളം കഴിഞ്ഞ 5 വർഷമായി ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും സുന്ദരമായ കഥയാണ് ബിരിയാണി. പക്ഷെ നിങ്ങൾ വായിച്ചത് ഈ സ്കൂളിൽ ഒരു കുട്ടിയാണ്. ആ ഒരു കുട്ടിക്ക് ഒരു കയ്യടി കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഒന്ന് നിന്നാട്ടെ, മോള് ഒന്ന് നിൽക്ക്. ഇവളാണ് ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ചൊരു കുട്ടി. ഇപ്പൊ കയ്യടിച്ചവരില്ലേ? ഈ കയ്യടിച്ചവരെല്ലാം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 2 ആഴ്ചക്കുള്ളിൽ ബിരിയാണി എന്ന് പറയുന്ന കഥ നിർബന്ധമായും വായിക്കണം. ഇവിടുത്തെ മലയാള അധ്യാപകരോട് ഞാൻ പറയട്ടെ, ആ ബിരിയാണി എന്ന് പറയുന്ന കഥയുടെ PDF എടുത്തിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. മുഴുവൻ കുട്ടികളും ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ചിരിക്കണം, നിർബന്ധമാണ്. അത് കൂടിയേ തീരും, ഞാൻ ഉറപ്പിച്ചു പറയാം. കാരണം ജീവിതത്തിന്റെ മൂല്യവും സംസ്കാരവും എന്തെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളൊരു തെറ്റിദ്ധാരണയിലാണ്. ഇഷ്ടം പോലെ തിന്നാനുണ്ട്, കിടന്നുറങ്ങാൻ വീടുണ്ട്, ഉടുക്കാൻ വസ്ത്രമുണ്ട്, എല്ലാമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഭാവിയിൽ നിങ്ങൾ വലിയ ആപത്തിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയുക. നെയ്പായസം കഴിക്കാറില്ലേ? നെയ്പായസം കഴിക്കാറുണ്ട്. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ വായിച്ചവരൊന്ന് കൈവെക്കൂ. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ വായിച്ചവരൊന്ന് കൈവെക്കൂ. 2 ആള് വായിച്ചിട്ടുണ്ട്. ആ 2 ആളൊന്ന് എഴുന്നേറ്റ് വെക്കൂ. നെയ്പായസം വായിച്ച 2 കുട്ടികൾ, അവർക്കൊരു കയ്യടി കൊടുക്കൂ. അപ്പൊ കയ്യടിച്ചവരെല്ലാം 2 ആഴ്ചക്കുള്ളിൽ നെയ്പായസം എന്ന കഥ വായിച്ചിരിക്കണം. നെയ്പായസം വായിച്ചിരിക്കണം. നെയ്പായസം ഞാൻ 1 മാസത്തിനുള്ളിൽ വായിക്കുമെന്ന് ഉറപ്പുള്ളവരൊന്ന് കയ്യടിക്കൂ. പടച്ചോന്റെ മുമ്പെന്നാ കയ്യടിച്ച് കളവ് പറയരുത്. അതുകൊണ്ട് നെയ്പായസം എന്ന കഥ വായിക്കുക, ബിരിയാണി എന്ന് പറയുന്ന കഥ വായിക്കുക, ബഷീറിന്റെ പൂവമ്പഴം എന്ന കഥ വായിക്കുക. പൂവമ്പഴം തിന്നാ പോരാ, നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തലല്ല. പ്രിയപ്പെട്ട മക്കളെ, നമുക്കില്ലേ ഈ ജന്മത്തിൽ 90 വയസ്സുവരെ ജീവിക്കുമ്പോ 15 കൊല്ലമേ നിങ്ങൾക്ക് മനുഷ്യനാവാൻ അവസരമുള്ളൂ, അറിയോ? ബാക്കി 75 കൊല്ലവും നിങ്ങൾ മൃഗത്തിന്റെ അവസ്ഥകളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഓർക്കുക. മനുഷ്യനാവണം. നിങ്ങളെല്ലാം ജനിക്കുമ്പോ പടച്ചോൻ നിങ്ങളുടെ അടുത്തെന്തോ കൊടുത്തയച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ കൊടുത്തയച്ചത് ഈ ലോകത്തിന് കൊടുക്കാതെ തിരിച്ചു പോകുന്നവൻ മഹാഭാവിയ. പടച്ചോൻ കൊടുത്തയച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടിയും വെറും കൈയോടെ ജനിക്കുന്നുണ്ടോ? എല്ലാ കുട്ടിയും ജനിക്കുന്നത് ചുരുട്ടി പിടിച്ച കയ്യുമായിട്ടല്ലേ? അപ്പൊ അവൻ എന്തോ കൊണ്ടുവന്നിട്ടില്ലേ? എന്താ കൊണ്ടുവന്ന്? അവൻ ജനിച്ച ഉടനെ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ജനിച്ച ഉടനെ ഒരു കുട്ടി കരയുന്ന കണ്ടിട്ടില്ലേ? സാധാരണ കരയ സങ്കടം വന്നിട്ടോ പേടിച്ചിട്ടോ ഭയം കൊണ്ടോ ഒക്കെയല്ലേ. എന്നാൽ ഒരു കുട്ടി ജനിച്ച ഉടനെ കരയുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പേടിച്ചിട്ടാ? ഉക്രൈനിൽ റഷ്യ ആക്രമിച്ചോണ്ടാ? ഒന്നും അല്ല. അത് കരച്ചിലല്ല, നമ്മക്ക് അറിയാഞ്ഞിട്ട് അതിന്റെ അർത്ഥം.
അവൻ വിളിച്ചു പറയാ, ഉപ്പാ, ഉമ്മ, പഞ്ചായത്ത് മെമ്പറേ, മാഷന്മാരെ, ഓടിവാ, ഞാനിതാ പാട്ടുപാടാനുള്ള കണ്ഠം കൊണ്ടുവന്നിട്ടുണ്ട്, ചിത്രം വരയ്ക്കാനും കവിത എഴുതാനുള്ള വിരലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്നേഹിക്കാനുള്ള ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അധ്വാനിക്കാനുള്ള കൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്, നൃത്തം ചെയ്യാനുള്ള കാലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആരുവാങ്ങും ഇന്നാരുവാങ്ങും ആരാമത്തിന്റെ രോമാഞ്ചം. ഇതാണ് കുട്ടിയുടെ കരച്ചിലിന്റെ അർത്ഥം. അതേറ്റുവാങ്ങുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് തരൂ, എനിക്ക് തരൂ, എനിക്ക് തരൂ പഞ്ചാര പാല് മിഠായി, പുഞ്ചിരി പഞ്ചാര പാല് മിഠായി. അത് ഏറ്റുവാങ്ങലാണ് നമ്മുടെ പണി. ഓരോ കുട്ടിയുടെ ഉള്ളിൽ നിങ്ങളെല്ലാം തീപ്പെട്ടിക്കൊള്ളിയാണ്. എന്തുകൊണ്ടാ തീപ്പെട്ടിക്കൊള്ളി എന്ന് പറയുന്നത്? നിങ്ങളുടെ തല കറുത്തത് കൊണ്ടല്ല. എല്ലാ തീപ്പെട്ടിക്കൊള്ളിയുടെയും തലയിൽ അഗ്നിയുണ്ട്, തീയുണ്ട്. പക്ഷെ അത് തനിയെ കത്താറില്ല. അത് കത്തണമെങ്കിൽ തീപ്പെട്ടിക്കൂടിന് ഒരസണം. ഇതാ തീപ്പെട്ടിക്കൂടിതാ, കൊള്ളി അടുക്കി വെച്ചിരിക്കുന്ന തീപ്പെട്ടിക്കൂടിതാ. അതിന്റെ രസം പുരട്ടിയിരിക്കുന്ന ഭാഗം ഇവിടെയാ. ഇവിടെ വന്ന് ഒരച്ച് കത്തിക്ക്. ആദ്യം തന്നെ കത്തണമെന്നില്ല. തീപ്പെട്ടിക്കൊള്ളി വരയ്ക്കുമ്പോ തന്നെ കത്തുവോ? പലതവണ വരച്ച് ചിലപ്പോ അത് പോയി പോവും. വേറെ തീപ്പെട്ടിക്കൊള്ളി എടുത്ത് വീണ്ടും വരച്ച് ഒരച്ചൊരച്ച് കത്തിക്കുക. ആദ്യം തന്നെ നല്ല പാട്ടുകാരനാവില്ല, ആദ്യം തന്നെ നല്ല കവിയാവില്ല, ആദ്യം തന്നെ നല്ല മിമിക്രിസ്റ്റ് ആവില്ല. ഒരച്ചൊരച്ച് കത്തിക്കണം. കണ്ണൂർ ആകാശവാണി വരുന്നതിന് മുമ്പ് തിരുവനന്തപുരം ആകാശവാണി മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ആകാശവാണിയിൽ ഒഴുകി വരും ആഗാന കല്ലോലിനിയിൽ എന്നൊരു പാട്ടുണ്ട്, സുശീല പാടിയ. ആ ആകാശവാണിയിൽ പാട്ടുപാടാൻ ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യായിരുന്നു. അപ്പോ നാട്ടിൽ നിന്ന് പാട്ടുപാടുന്ന ഒരു പയ്യൻ ആകാശവാണിയിൽ പാട്ടുപാടാൻ ചാൻസ് ഉണ്ടോ എന്ന് പോയിട്ട് ചോദിച്ചു. അപ്പോ ഇവനോട് ഇവന്റെ വോയിസ് ടെസ്റ്റ് നടത്താൻ വേണ്ടി റെക്കോർഡിംഗ് റൂമിൽ ഇവനെ കൊണ്ടുപോയി ഇരുത്തി. അവിടെയെല്ലാം വട്ടത്തിൽ മൈക്കെല്ലാം വെച്ചപ്പോ ഇവന് വിറവന്നു. ഇവനോട് പാട്ടുപാടാൻ വന്നിട്ട് പറഞ്ഞു നോക്കുമ്പോ ഇവൻ വിറച്ചിട്ട് സംഗതിയൊന്നും വന്നില്ല, സംഗതികൾ വന്നില്ല, ശ്രുതിയില്ല, ലയമില്ല. ഇവൻ വിറച്ചോണ്ട് പാടി. സ്റ്റേഷൻ ഡയറക്ടർ പറഞ്ഞു, മോനെ നിനക്ക് പാട്ട് ശരിയാവില്ല, നീ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോ. ഇവൻ വീട്ടിൽ പോയിട്ട് ഇവന്റെ അച്ഛനോട് കരഞ്ഞു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് അഗസ്റ്റിൻ ഭാഗവതരുന്ന. അദ്ദേഹം നാടകത്തിന് പാട്ടുപാടാൻ പോകുന്ന ആളാ. അന്ന് റിക്കാർഡൊന്നുമില്ല, വയറ്റത്തടിച്ച് നേരിട്ട് പാടുകയ്യ. അങ്ങനെ പാടുന്ന കൂട്ടത്തിൽ ഇവനെയും വിളിച്ചു, നീ നാടകത്തിന് വന്ന് പാട്ടുപാടിക്കോ മോനെ. അവൻ അങ്ങനെ പാട്ടുപാടി 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 അവൻ ഞാനിപ്പോ വരുമ്പോ ട്രെയിനിൽ നിന്ന് റേഡിയോ വെച്ചു, കണ്ണൂർ ആകാശവാണി വെച്ചു. ആ ആകാശവാണിയിൽ അന്ന് ആകാശവാണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവന്റെ പാട്ടായിരുന്നു റസൂലേ നിൻ വരവാലേ, റസൂലേ 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 നിൻ കനിവാലേ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ, റസൂലേ നിൻ വരവാലേ, റസൂലേ നിൻ കനിവാലേ എന്ന പാട്ട്. ആയിരം കാതം അകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ എന്ന പാട്ട്. ആരാണത്? യേശുദാസ്. ആ യേശുദാസ് കഴിഞ്ഞ 60 കൊല്ലമായി ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണുന്നു പാടിയിട്ടും ഇതുവരെ യേശുദാസിനെ ഗുരുവായൂർ അമ്പലനടയിൽ കയറ്റിയിട്ടില്ല. കാരണം അദ്ദേഹം ക്രിസ്ത്യാനിയായി പോയോ. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിലൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ വരുമ്പോ അമ്പലത്തിന്റെ മുന്നിലെത്തുമ്പോ 3:45 എറണാകുളത്ത് ബസ് കയറിയിട്ട് 3:45 ഗുരുവായൂരപ്പനെ വിളിച്ചുണർത്തുന്ന ഒരു ശബ്ദം കേട്ടു. മേൽപ്പത്തൂരിന്റെ നാരായണീയം പാടിയിട്ട് ഗുരുവായൂരപ്പനെ ഉണർത്തുക. ആരാ പാടുന്നത്? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം കാലദേശാവതിഭ്യാം എന്ന് പാട്ടുപാടി ഗുരുവായൂരപ്പനെ ഉണർത്തുന്നത് ഈ യേശുദാസിന്റെ ശബ്ദ. ഗുരുവായൂരപ്പൻ ഉണർന്നാ പിന്നെ അടുത്ത KSRTC ബസ് പോയി പിടിച്ച് പമ്പയിൽ പോയി ഇറങ്ങും. എന്നിട്ട് ശബരിമലന്റെ മൂന്നായത്ത് കയറും. എന്തിന്? ഗുരുവായൂരപ്പനെ ഉണർത്തി അതേ നാദം തന്നെ വേണം അയ്യപ്പനെ ഉറക്കാൻ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം
ദേവമാശ്രീ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഗുരുവായൂരപ്പനെ ഉണർത്തി ആ ശബ്ദം തന്നെ വേണം അയ്യപ്പനെ ഉറക്കാൻ. ആകാശവാണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പയ്യന്റെ പാട്ടാണ് ഗുരുവായൂരപ്പനെ ഉണർത്തുന്നതും അയ്യപ്പനെ ഉറക്കുന്നതും. നിങ്ങൾ ഓർക്കുക, എങ്ങനെയാ ഒരച്ചൊരച്ച് കത്തിച്ച്. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രസംഗിക്കുന്നില്ലേ, എനിക്ക് പണ്ട് ധൈര്യമില്ലാത്ത ഒരുത്തനാ ഞാൻ. വിക്കുണ്ട് ആരോടൊന്നും പറയുമ്പോ നായിപ്പോ. ഞാൻ 5:30 കണ്ടി ബസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ 5 ടിക്കറ്റ് എനിക്ക് മുറിച്ചു വരും. കാരണം ഞാൻ പറയാ 5:30 കണ്ടി എന്നായിരിക്കും, 5 ടിക്കറ്റ് മുറിച്ചു വരും. അതുകൊണ്ട് ഞാൻ ആരോടും ഉണ്ടാത്ത ഒരുത്തനായി. കണ്ണവ UP സ്കൂളിൽ പഠിക്കുമ്പോ അന്ന് വിദ്യാരംഗത്തിന് അന്നത്തെ പേര് സാഹിത്യ സമാജം എന്നാണ്. സാഹിത്യ സമാജത്തിൽ എന്നോട് ബാലൻ മാഷ് പറഞ്ഞു, നീ അച്ചടക്കത്തെ കുറിച്ച് പ്രസംഗിക്കണം. അത് കേൾക്കുമ്പോ തന്നെ എന്റെ വയറ്റിന്ന് സൾഫ്യൂരിക് ആസിഡ് ഒലിക്കാൻ തുടങ്ങി. പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി കരഞ്ഞു. അപ്പൊ അമ്മ വീട്ടിന്റെ അടുത്തുള്ള ഒരു 3 മാഷടൊക്കെ എന്ന് പ്രസംഗം എഴുതിക്കൊണ്ട് തന്നു. ഞാനത് നിശീതിനിയുടെ നിശബ്ദതയിൽ വായിലിട്ട് ചവച്ചരച്ച് വിഴുങ്ങി ബൈഹാർട്ട് പഠിച്ചു. പരിപാടി ആയ ദിവസം രാവിലെ ഉണർന്നിട്ട് എനിക്ക് ഒരു എന്തൂസിയാസവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. കാരണം പ്രസംഗിക്കേണ്ട ആലോചിച്ചിട്ട് വിറക്കുന്നു. സ്കൂളിൽ പോയി പരിപാടി തുടങ്ങി, എന്റെ പേര് വിളിച്ചു. ഞാൻ മൈക്കിന്റെ മുമ്പിൽ വന്നു. ഞാൻ അന്നിങ്ങനെ ബാതുപ്പരക്കേണ്ട തടിയൊന്നും ഇല്ല. മേലിഞ്ഞിട്ട് പുകയിൽ തണ്ട് പോലത്തെ ഒരു ചെക്കൻ, മുറിയൻ ട്രൗസർ ഇട്ടിട്ട് കൈക്കോട്ട് തള്ള പോലത്തെ 2 കാലും കൊണ്ട് മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനും ശേഷം സഭാവാസികൾക്കും എന്റെ കൂപ്പുകൈ. ഇന്നത്തെ പ്രസംഗ വിഷയം അച്ചടക്കം എന്നതാണല്ലോ. അച്ചടക്കത്തെ കുറിച്ച് 2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ ഒരൊറ്റ അക്ഷരം കിട്ടുന്നില്ല, കംപ്ലീറ്റ് ഡിലീറ്റ് ആയി. ഞാൻ റീഅടിച്ചു നോക്കി, എന്നിട്ടും കിട്ടുന്നില്ല. കുറെ നിന്ന് വിറച്ച് വേർത്ത് കുളിച്ച് വായിലെ വെള്ളം പറ്റി, വണ്ണക്ക് പറ്റി, ആകെ പ്രശ്നമായപ്പോ ബാലൻ മാഷ് പറഞ്ഞു, ഒന്നും കിട്ടുന്നില്ലേ പോട് മോനെ. ഞാൻ ഉടൻ തന്നെ ഇത്രയും പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞു. അത് മറന്നുപോയില്ല. കുട്ടികൾ എന്നെ കൂവി. ഞാൻ ആകെ ഐബോയ്ഷന്റെ സഞ്ചി അടുപ്പിലിട്ട പോലെ ചുളുങ്ങി മടങ്ങി ഭൂമിയിൽ തന്നെ ഇല്ലാതായി പോയി. സദസ്സിൽ ഡെസ്കിന്റെ മേലെ തലയും വെച്ച് ഞാൻ ഒറ്റ കിടപ്പ. നാണക്കേട് കൊണ്ട് പിന്നെ ആരാ പാട്ടുപാടിയെ പ്രസംഗിച്ചൊന്നും ഞാൻ അറിയില്ല. പരിപാടി കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം പോയതും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ കിടക്കുമ്പോ ബാലൻ മാഷ് വന്നിട്ട് പുറത്തൊരു മുട്ട്, നന്നായിടാ പ്രസംഗം. ഞാൻ പറഞ്ഞു, മാഷ് ഞാൻ പ്രസംഗിക്കാണ്ട് എങ്ങനെയാ നന്നാവുക? അപ്പൊ മാഷ് ചോദിച്ചു, എന്താടാ നിന്റെ പ്രസംഗ വിഷയം? ഞാൻ പറഞ്ഞു, അച്ചടക്കം. ആ ഹാളിൽ ഒരു കുട്ടിക്കും അച്ചടക്കം ഉണ്ടായിരുന്നില്ല. നീ മാത്രം അച്ചടക്കത്തിലിരുന്നേ. പ്രസംഗല്ല പ്രധാനം, അത് ചെയ്ത് കാണിച്ചു കൊടുത്തില്ലേ നീ, അതാ പ്രധാനം എന്ന വാക്കാണ് എന്നെ ഇവിടെ നിന്ന് പ്രസംഗിക്കാനുള്ള ആ തട്ട് ഒരച്ച് കത്തിച്ചു. കത്തിക്ക്. നിങ്ങളുടെ തലയിൽ തീയുണ്ട് മക്കളെ. നിങ്ങൾ കടലാസിൽ പേന കൊണ്ട് ഒരച്ച് കത്തിക്ക്. നിങ്ങൾ കണ്ഠം കൊണ്ട് ശബ്ദം കൊണ്ട് പാട്ടുപാടി കത്തിക്ക്. നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്ക്. അല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോ ഒരു സ്വഭാവമുണ്ട്, മത്സരിച്ച ഫസ്റ്റ് കിട്ടണോ, ഇല്ലെങ്കിൽ ആ സ്വഭാവം നിങ്ങളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ നെഗറ്റീവ് അങ്ങ് വിട്ട് ജയിക്കോ തോക്കുവോ നല്ല വിഷയം. ഓട്ട മത്സരത്തിൽ പേര് കൊടുത്ത് മത്സരത്തിന് നിരനിരയായി നിന്നു. ഓണർ മാർക്ക് സെറ്റ് എന്ന് പറയുമ്പോ അപ്പുറം ഇപ്പുറം നോക്കുമ്പോഴാണ് എന്നേക്കാൾ നീളമുള്ള കാലുള്ളവരെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത്. ഞാനില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. ഈ സ്വഭാവമാണ് നമ്മളെ പറ്റിക്കുന്നത്. നമ്മളിൽ മഹാഭൂരിപക്ഷവും നീ പാട്ടുപാടുവോ? അയ്യേ അയ്യണ്ടി അയ്യേ. ഇന്ത്യന്റെ അവസാനത്തെ 2 അക്ഷരം അയ്യേ. നീ പാട്ടുപാടുവോ? അയ്യേ. പ്രസംഗിക്കോ? അയ്യേ. ഓടുവോ? അയ്യേ. ഒന്നും എനിക്ക് പറ്റൂല. ഞാനിങ്ങനെ അടിച്ച് ഭയങ്കര വർത്താനം, തിരിഞ്ഞു മറിഞ്ഞു ഇരുന്നിട്ട് വർത്താനം പറഞ്ഞു പോകും. ചേട്ടാ, അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു കഴിവ് തെളിയിച്ചില്ലെങ്കിൽ പിന്നെ ഇന്ന് നമ്മളെന്തിനാ മനുഷ്യരായി? അതുകൊണ്ട് അയ്യേ എന്നതിൽ നിന്ന് ഐ ക്യാൻ എന്നതിലേക്കുള്ള വളർച്ചയാവണം നിങ്ങളുടെ. അയ്യേ എന്നതിൽ നിന്ന് ഐ ക്യാനിലേക്ക് എന്തെങ്കിലും ഒന്ന് കഴിയണം, എന്തെങ്കിലും ഒന്ന് പാടണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ കലയിൽ ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങളില്ല. എല്ലാരെ പാട്ടും കലയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ
പാർട്ടിയുടെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ വെറുപ്പ് വളരുന്നു. മനുഷ്യൻ വെറുക്കാനാണ് എന്തിനാ മനുഷ്യനായ കടുവയോ പുലിയോ ആയ പോലെ തമ്മിൽ കടികൂടാൻ. രണ്ട് പട്ടിക്കുട്ടിക്ക് ഒരിറച്ചി കഷ്ണം കിട്ടി. ഒരു പട്ടി മറ്റേ പട്ടിയോട് പറയാ, പകുതി മുറിച്ച് നീ എടുത്തോ, പകുതി എനക്കും തന്നേ എന്ന് പറയാൻ അതിന് പകുതിയും മുറിക്കുകയും നീ എടുത്തോ എന്ന വാക്കുകൾ അറിയില്ല. അതിനൊറ്റൊരു മാർഗേ ഉള്ളൂ. ആരാണോ ശക്തിയുള്ളവൻ അവൻ കടി കൂടിയിട്ട് കൊണ്ടുപോകും. കാരണം സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ള കാര്യക്കാരൻ അതാണ് മൃഗങ്ങൾ. നമുക്ക് പങ്കുവെക്കാനുള്ള മനസ്സുണ്ട്, അത് പറയാനുള്ള ഭാഷയുണ്ട്. എന്നിട്ടും നമ്മൾ കടിപിടി കൂടുമ്പോഴാണ് കുഞ്ഞുണ്ണി മാഷ് കവിത എഴുതിയത്, ഈ നായ്ക്കൾ എന്തിനാപ്പാ മനുഷ്യരെ പോലെ ഇങ്ങനെ കടിപിടി കൂടണത്? ഈ നായ്ക്കൾ എന്തിനാ മനുഷ്യരെ പോലെ കടിപിടി കൂടണത്? നമ്മൾ കടിപിടി കൂടാനല്ല, സ്നേഹിക്കാനാ. നമ്മളെല്ലാം പല നിറത്തിലുള്ള ആളല്ലേ, പല ജാതിയും പല മതമുണ്ട്. മനുഷ്യന്മാരെല്ലാം ഒരേ രൂപത്തിലാണെന്ന് എന്തെങ്കിലും രസം ഉണ്ടാവോ? എല്ലാരും കിങ് ഓഫ് കോത്തയിലെ ദുൽഖർ സൽമാനെ പോലത്തെ ആണുങ്ങൾ, എല്ലാരും, എല്ലാ പെൺകുട്ടികളും ഐശ്വര്യ റോയിനെ പോലെ. ഒരു മാറ്റവും ഇല്ലെങ്കിൽ ആരെങ്കിലും സെൽഫി എടുക്കുവോ? ഇങ്ങോട്ടെടുത്താലും അങ്ങോട്ടെടുത്താലും ഒരുപോലെ. പിന്നെ എന്തിനാ സെൽഫി എടുക്കുന്നു? നമ്മുടെ മൂക്ക് മാറ്റാ, കണ്ണു മാറ്റാ, ചെവി മാറ്റാ, കവിള് മാറ്റാ, മുടി മാറ്റാ. മാറ്റമുള്ളത് കൊണ്ടാ സൗന്ദര്യം. ഈ സൗന്ദര്യം ഉണ്ടാകുന്നത് വൈവിധ്യങ്ങൾ കൊണ്ടാണ്. ആ വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടണം. എരഞ്ഞോളി മൂസ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് കലാകാരനെ അറിയോ? അദ്ദേഹം പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ എന്ന് പാടണം. പല ജാതി മതസ്ഥർ, പല ഭാഷവേഷങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് നമ്മുടെ പൂക്കളം. നമ്മൾ പൂക്കളം ഇടുമ്പോ ഒരേ നിറമുള്ള പൂവ് കൊണ്ട് കളം വരച്ചാൽ ഒരു സ്റ്റൈലും ഉണ്ടാവില്ല. നാനാവർണ്ണ പൂക്കൾ ചേരുമ്പോഴാണ് പൂക്കളത്തിന്റെ സൗന്ദര്യം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഒരു പൂക്കളമാണ്. പല ജാതി മതസ്ഥർ, പല കഴിവുകളുള്ളവർ, പല രൂപങ്ങളുള്ളവർ ഒന്നിച്ചു ചേർന്ന് നമ്മുടെ എല്ലാം താളം ഒന്നായി മാറുന്ന ആ അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. അതിന് നിങ്ങളുടെ ഉള്ളിലുള്ള സർഗാത്മകതയെ ഒരച്ചൊരച്ചൊരച്ച് കത്തിക്കുക. അതിനുവേണ്ടി എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ചില ആളുണ്ട് കലയിലും ദുഷ്ടത കാണിക്കുന്നവരുണ്ട്. രക്ഷിതാക്കൾ സ്കൂളിൽ പരിപാടി കാണാൻ വന്നാലുണ്ട്, എന്റെ കുട്ടീന്റെ ഡാൻസ് കഴിഞ്ഞു നമുക്ക് പോവാ. അതല്ല, എല്ലാവരുടെ ഡാൻസും ഡാൻസാ. നിങ്ങളിപ്പോ എന്റെ ക്ലാസ്സിലെ കുട്ടീന്റെ പരിപാടി കഴിഞ്ഞു നമുക്ക് പോവാ. എന്റെ ഹൗസ്, ഇവിടെ ഹൗസാണോ? ഹൗസ് പിരിച്ചിട്ടാണോ മത്സരം? എന്റെ ഹൗസിന്റെ കുട്ടീന്റെ കഴിഞ്ഞു നമുക്ക് പോവാ. ഇല്ല, എല്ലാ കലയും കലയാണ്. എല്ലാ കലയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരെയും അഭിനന്ദിക്കുക. അഭിനന്ദിക്കാൻ പറയാൻ ഭയങ്കര മടിയന്മാരാണ് നമ്മൾ. ഒരു നല്ല പാട്ട് പാടിയാൽ ഒന്ന് പോയിട്ട് എടാ നിന്റെ പാട്ട് നന്നായിന് കേട്ടോ എന്ന് പറയാനുള്ള വിശാല ഹൃദയം ഉണ്ടാവണം. അതുകൊണ്ട് പാടാനും കേൾക്കാനും കേട്ടാൽ അഭിനന്ദിക്കാനും പറ്റുന്ന വിധത്തിൽ വിശാലമായ ഹൃദയത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. അത്തരത്തിൽ നല്ല നല്ല പ്രതിഭകൾ ഈ CHM സ്കൂളിൽ നിന്ന് ഉണ്ടാകാൻ ഈ സ്കൂൾ ഉത്സവം നിമിത്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്താൻ വൈകിയിട്ടും എന്നെ ഉദ്ഘാടനത്തിന് കാത്തുനിന്ന സംഘാടകരും, സാധാരണ ഈ ഉത്സവം നടക്കുമ്പോ കുറെ കുട്ടികൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ആടിനെ അയച്ചിറക്കിയ പോലെ നടക്കുകയില്ല. ഈ പ്രസംഗം കേൾക്കാൻ ആരും ഇരിക്കുന്ന സ്വഭാവമില്ല. എന്നാൽ ഇവിടെ ഇത്രയും കുട്ടികള് കഴിയുന്നവരെ പ്രസംഗം കേട്ടിരുന്നല്ലോ. അതിന് നിങ്ങളോട് പ്രത്യേകിച്ചും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം ചുരുക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.